കാലമാടന്റെ പെണ്ണ്. രചന നിലാവിന്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. ശിവ, ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ? എല്ലാവരും ഉറങ്ങിയെന്ന് തോന്നിയതും ഇരുവരും മതിൽ ചാടി ഉള്ളിലേക്ക് കടക്കുന്നതിനിടയിൽ ഉണ്ണിയൊരു മടിയോടെ ശിവയോട് ചോദിച്ചു, വീണ്ടാതെ വളർത്തേണ്ടി. അതും പറഞ്ഞ് ശിവ പോയതും ഉണ്ണിയും പിറകെ പോയി. അവിടെയുള്ള ഹരിയന്തന്റെ ഗാർഡ്സൊക്കെ ഒരുവിധം കുടിച്ച് ലെക്ക് കെട്ട് ബോധമില്ലാതെ കിടക്കുന്നത് കണ്ടതും ഇരുവർക്കും പകുതി ആശ്വാസമായി. ദേ, ഞാനിവിടെ നിൽക്കാം, നീ അവളെ എവിടെയാണെന്ന് കണ്ടുപിടിച്ചിട്ട് കൊണ്ടുപോവാ. വീടിൻ്റെ ഉള്ളിലേക്ക് കയറിയത് ശിവ ചുറ്റും നോക്കി ഉണ്ണിയോടായി പറഞ്ഞു. ഞാൻ ഒറ്റക്കോ? അല്ലടാ, കൂട്ടിന് കുറച്ച് ആളുകളെ വാടക എടുക്കാം. ശിവയുടെ പാർസൽ കേട്ടതും ഉണ്ണി പിന്നെ ഒന്നും പറയാതെ മുകളിലേക്കുള്ള സ്റ്റെയർ കയറിപ്പോയി. ശിവ, ഇവിടെ കുറേ റൂമുണ്ട്, ഒന്ന് മാത്രം പുറത്തുനിന്ന് ലോക്ക് ചെയ്തിരിക്കുന്നത്. മുകളിലെത്തിയ ഉണ്ണി ചെവിയിൽ വെച്ചിരിക്കുന്ന ഹെഡ്സെറ്റ് വഴി ശിവയോട് പറഞ്ഞു. രണ്ടും കൽപ്പിച്ച് ആ ഡോറിന്റെ പൂട്ട് പൊടിച്ച് അകത്ത് കയറിയതും കാണുന്നത് ബെഡിൽ ചുരുണ്ടുകൂടി കിടക്കുന്ന ശീതുവിനെയാണ്. ഡോറ് തുറക്കുന്ന ശബ്ദം കേട്ടതും തലയുയർത്തി നോക്കിയ ശീതു കാണുന്നത് മാസ്കിട്ട രൂപം തന്നെ നേരെ വരുന്നതാണ്. പേടിയുടെ അടുത്തുള്ള ഫ്ലവർ വൈസ് എടുത്ത് കയ്യിൽ പിടിച്ചു. ഡോറ് ചാരി ഉണ്ണി അവളെ ഒന്ന് നോക്കി. അടി കിട്ടിയതുപോലെ കവള് തിണത്ത് കിടക്കുന്നുണ്ട്. എന്തോ അത് കണ്ടപ്പോൾ അവന് കുറ്റബോധം തോന്നി. അറിയാതെയാണെങ്കിലും അവളുടെ ഈ അവസ്ഥക്ക് കാരണം താനാണെന്ന് അവൻ മനസ്സിലാക്കിയില്ല. ഹെഡ്സെറ്റ് വഴി ശിവയുടെ ശബ്ദമാണ് അവനെ സുബോധത്തിലേക്ക് കൊണ്ടുവന്നത്. താഴെ ആരൊക്കെ ഉണ്ടെന്നും അവളെയും കൊണ്ട് വേഗം വരാൻ പറഞ്ഞതും ഉണ്ണി വേഗം അവളുടെ അടുത്തേക്ക് പോയി കാര്യം പറയുന്നതിന് മുമ്പായി അവൾ കയ്യിൽ നിന്ന് ഫ്ലവർ വേസ് കൊണ്ട് അവനെ തലക്കെട്ട് അടിച്ചിരുന്നു. അവളടിച്ച ഭാഗത്ത് കൈവച്ച് ഉണ്ണി വേദനയോട് അലറി. പിന്നെ എന്തോ ഓർത്തുപോലെ വെളിയിൽ ശബ്ദം കേൾക്കാതിരിക്കാൻ വാ പൊത്തിപ്പിടിച്ച് വേദന കടിച്ചമർത്തി. പരിചയമുള്ള ശബ്ദം കേട്ടതും അവളൊരു പകപ്പോടെ അവനെ നോക്കി. എടി പിശാചേ, നിനക്ക് എന്തിന്റെ കേടാണ്ടി? എടി തല പൊട്ടിയെന്നാ തോന്നുന്നത്. ഇതാ പറയുന്നേ, ഇന്നത്തെ കാലത്ത് ആർക്കും ഉപകാരം ചെയ്യാൻ പാടില്ലെന്ന്. ഉണ്ണി മുഖത്തെ മാസ്ക് മാറ്റി പറഞ്ഞതും അവൾ അവനോട് കണ്ടപ്പോൾ ആശ്വാസവും പേടിയും ഒരുപോലെ തോന്നി. സോറി, ഞാൻ അവനാണെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും ഉണ്ണിയുടെ ശബ്ദം കേട്ട് ആ വീട്ടിലെ ഓരോ മുറിയിലായി ലൈറ്റ് പ്രകാശിക്കാൻ തുടങ്ങിയിരുന്നു. തേണ്ടി അവിടെ നിന്ന് വാചകം അടിക്കാതെ വേഗം വരാൻ നോക്കണം, നാറി. വരുവാടാ. ശിവകാലിപ്പിൽ പറഞ്ഞത് കേട്ട് ഉണ്ണി അതും പറഞ്ഞ് കണക്ഷൻ ഓഫ് ചെയ്ത് അവളുടെ അടുത്തേക്ക് വന്നു. ഡേയ്, വേഗം വാ, ആരെങ്കിലും വരുന്ന മുമ്പ് ഇരുന്ന് പോണം. ഞാനില്ല, ഞാൻ വന്ന അയാള്. അവൾ പൂർത്തിയാക്കാതെ പറഞ്ഞു നിർത്തി. പിന്നെ നീ ഇവിടെ താമസിക്കാൻ പോവാടി, മര്യാദക്ക് വരാൻ നോക്കടി. ഞാൻ വന്ന അയാളെ എല്ലാവരും ഉപദ്രവിക്കും. നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അല്ലടി. അതും പറഞ്ഞ് അവൻ അവളെയും പിടിച്ചു വലിച്ച് റൂമിന് വെളിയിലേക്ക് ഇറങ്ങിയപ്പോഴാണ് നേരത്തെയുള്ള ഉണ്ണിയുടെ ധീരരോധനം കേട്ട് ഒരുത്തൻ അങ്ങോട്ട് വരുന്നത് കണ്ടത്. ഷീതുവിനെ കൊണ്ടുപോകാൻ നോക്കുന്നത് കണ്ട് ഡാന്ന് വിളിച്ച് അവൻ അലറി വന്നതും ഉണ്ണി പതിയൊന്ന് സൈഡ് മാറി നിന്ന് കാല് നീട്ടി വെച്ചതും കുതിച്ചു വന്ന ആ ഗാർഡ് അവന്റെ കാലിൽ തന്നെ തറയിലേക്ക് മൂത്തി വീണിരുന്നു. ആ നിമിഷം കൊണ്ട് അവൻ ഷീതുവിന്റെ മാറിലൂടെ എടുത്ത് ഷോള് വലിച്ചെടുത്ത് അയാളുടെ കുതിരലൊക്കെ വകവെക്കാതെ ഇരു കൈകളും പിന്നിലേക്കാക്കി കെട്ടി പോക്കറ്റിൽ നിന്ന് സേഫ്റ്റിക്ക് കൊണ്ടുവന്ന ആ പ്ലാസ്റ്റർ എടുത്ത് അയാളുടെ വായിലൊട്ടിച്ച് വലിച്ചേച്ച് ആ റൂമിൽ കൊണ്ടുപോയി 2 ചവിട്ടും കൊണ്ട് ഡോറ് പുറത്തുനിന്ന് ലോക്ക് ചെയ്തു. പ്ലാസ്റ്റർ എടുത്ത് ഏതായാലും നന്നായി, ഇല്ലെങ്കിൽ ഇപ്പൊ തൂങ്ങിയനെ. ദൈവമേ, ഈ പെണ്ണിനെ കിളി പോയോ? ഡേയ്, നീ എന്തോന്ന് നിൽക്കുക, വരാൻ നോക്ക്. ഞാനില്ല, അയാൾ എല്ലാവരും കൊല്ലും. ഇനിയും മുങ്ങിയ ബാക്കിയുള്ള പ്ലാസ്റ്റർ നിന്റെ വായിലൊട്ടിക്കും, പറഞ്ഞൊന്നും വേണ്ട. അതും പറഞ്ഞ് അവൻ അവളുടെ കൈയും പിടിച്ച് വലിച്ച് വേഗത്തിൽ താഴേക്കുള്ള പടികളിറങ്ങി. എന്താടാ ഇത്രയും നേരമായത്? വേഗം വരാൻ നോക്കൂ, ഇവിടെ ഉള്ളവന്മാരൊക്കെ ഉണരാൻ തുടങ്ങി. മനഃപൂർവ്വം വൈകിയതല്ലടാ, ഒരുത്തിനിടയിൽ കയറി, അതാ. വേഗം പോവാം. അതും പറഞ്ഞ് അവൻ മുന്നിൽ നടന്നു. അപ്പോഴേക്കും നേരത്തെ കുടിച്ച് ലെക്ക് കെട്ട് കിടന്നവന്മാർ ഓരോന്നായി എണീറ്റ് കയ്യിൽ കിട്ടിയ ആയുധങ്ങളുമായി ആടി വന്നിരുന്നു. വേറെ വഴിയില്ലാത്തത് കൊണ്ട് ഇരുവരും ശബ്ദം പുറത്ത് കേൾക്കാത്ത രീതിയിൽ അവരെ നന്നായി തന്നെ സൽക്കരിച്ചു. ഇതെല്ലാം കണ്ട് പാവം വെച്ചാകെ പേടിച്ച് ബോധം പറഞ്ഞ് അവരുടെ കയ്യിലേക്ക് വീണതും അവർ വേഗം അവൾ അവിടെ കാറിൽ കിടത്തി ബോട്ടിലെ വെള്ളമെടുത്ത് അവളുടെ മുഖത്തേക്ക് ഒഴിച്ചതും അവൾ പതിയെ കണ്ണുകൾ തുറന്നതും ഇരുവർക്കും സമാധാനമായി. അറിയോ ഓക്കെ? ശിവ അവളോട് ചോദിച്ചതും അവൾ തലയാട്ടി. എന്നെ വിട്ടേര്, അയാളെല്ലാവരെയും കൊല്ലും, ദുഷ്ടനാണ്. തുടങ്ങി കരച്ചിൽ. പുല്ല്, ബോധമില്ലാതെ കിടക്കുന്നതിനാ നല്ലത്. അവളുടെ കരച്ചിൽ കണ്ടത് മുണ്ണി ദേഷ്യത്തിൽ പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു. നീ മിണ്ടാ നിൽക്കണ തെണ്ടി ആദ്യം. പിന്നെ ചെയ്തു, താൻ അതോർത്തൊന്നും പേടിക്കണ്ട, അയാളിനൊന്നും ചെയ്യില്ല. കാരണം ഇനി എന്ത് വേണമെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഇനി ഇത് ആലോചിച്ച് വെറുതെ പാനിക് ആവണ്ട കേട്ടോ. എന്തോ ആലോചിച്ച് നിൽക്കടാ, വന്ന് വണ്ടി കയറി. എടാ ശിവ, ഞാനൊരു കാര്യം മറന്നു. എന്ത്? എടാ, ഇവളുടെ തന്തപ്പിടിക്ക് 2 കൊടുക്കണം നീ കരുതിയിരുന്നു, മറന്നു പോയടാ. അതിന് ഇനിയും ടൈമുണ്ടല്ലോടാ. ഇവളെവിടുന്ന് ഇറക്കി കൊണ്ടുപോകുന്നത് തന്നെ നാളായാൽ കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ അടിയാണ്. ശിവ പറഞ്ഞത് ശരിയാണെന്ന് അവനും തോന്നിയത് കൊണ്ട് പിന്നെ ഒന്നും പറയാതെ അവൻ കോ ഡ്രൈവ് സീറ്റിലേക്ക് കയറിയതും ശിവ വേഗം കാറ് മുന്നോട്ടെടുത്തിരുന്നു. പുലർച്ചെ ഒരു 4 മണിയൊക്കെ ആയപ്പോഴേക്കും അവരുടെ കാറ് പുത്തൻപുരക്കൽ വീടിന്റെ ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് പ്രവേശിച്ചിരുന്നു.
കാറിൽ നിന്നും ഇറങ്ങിയപ്പോൾ തന്നെ കണ്ടു അവരെ പ്രതീക്ഷ അക്ഷമയോടെ ഉമ്മർത്തിരിക്കുന്നത്. എല്ലാവരെയും കണ്ട് തെല്ലൊരു മടിയോടെയാണ് കാറിൽ നിന്ന് ഇറങ്ങിയത്. ഇതുവരെ സ്വന്തം പോലെ നോക്കി അവരോടൊരു വാക്ക് പോലും പറയാതെ പോയതിന് അവരൊക്കെ എങ്ങനെ പ്രതികരിക്കുന്നോർത്ത് അവൾക്കുള്ളിൽ പരിഭ്രമം തോന്നി. കാറിൽ നിന്നും ഷീതു ഇറങ്ങിയപ്പോഴേക്കും ഷീതുമ്മ എന്ന് വിളിച്ച് എന്തോ ഒന്ന് ഇറുകപ്പുണർന്നിരുന്നു. ഈ കുട്ടി പിശാച് എപ്പോൾ എത്തി? ഷീതുവിനെ ഇറുകെ പിടിച്ച് നിൽക്കുന്ന സ്ത്രീയെ നോക്കി ശിവ ആത്മകഥിച്ചു. എടി ഷീതുമ്മേ, നീ എന്ത് പൊട്ടത്തര കാട്ടിയേ? നിനക്ക് എന്തെങ്കിലും പറ്റിയോ? അവരെന്തിനു ഉപദ്രവിച്ചോടി? എടാ ശിവ, നിന്റെ കെട്ടികൾക്ക് നമ്മളൊന്നും കണ്ണി കാണത്തില്ല. ആടിക്കൊണ്ട് അവളെ കൊണ്ടുവന്നിട്ട് അവളുടെ സുഖപരാ തിരക്കുന്നത്. കുശുമ്പ് കുത്തിയുള്ള ഉണ്ണിയുടെ വർത്താനം കേട്ടതും ശിവ ചിരിച്ചുകൊണ്ട് ഉള്ളിലേക്ക് കയറിപ്പോയി. അത്ര നേരം ഷീതുവിനോട് ഒട്ടി നിന്ന് ഓരോന്നും ചോദിച്ചിരുന്ന സ്ത്രീ എന്തോ ഓർത്തുപോലെ മുഖം വീർപ്പിച്ച് വെട്ടിത്തിരിഞ്ഞ് ഉള്ളിലേക്ക് പോയി. നിനക്ക് എന്താ സ്ത്രീ പറ്റി? എന്തൊക്കെയോ പെറുപെറുത്ത് മുഖവും വീർപ്പിച്ചിരിക്കുന്ന സ്ത്രീയെ കണ്ട് കാര്യം തിരക്കി. ഒന്നുമില്ലേ, പിന്നെ നീ എന്തിനടി വെട്ടിത്തിരിഞ്ഞ് കയറി വന്നത്? അവൾക്ക് ഫീൽ ആയിട്ടുണ്ടാവും. അവൾക്ക് ഫീൽ ആകണം. ഇടയ്ക്ക് അവൾക്ക് ഓരോ ഡോസ് കൊടുത്തില്ലെങ്കിൽ ശരിയാകത്തില്ല. ശ്രീ എന്തേ? ഷീതുവിന്റെ വിളി കേട്ടതും താല്പര്യമില്ലാത്ത പോലെ ചോദിച്ചു. അത് പിന്നെ സോറി. കൊണ്ടുപോയി നിന്റെ മാറ്റവന് കൊടുക്ക്. എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞങ്ങളൊന്നും നിന്റെ ആരും അല്ലല്ലോ. നിനക്കിപ്പോഴും ഞങ്ങളൊക്കെ അന്യരല്ലേ? അതുകൊണ്ടല്ലേ അയാൾ വന്ന് നിന്റെ അച്ഛനാണെന്ന് പറഞ്ഞപ്പോഴേക്കും ഞങ്ങളൊക്കെ പറഞ്ഞ് അങ്ങയുടെ കൂടെ പോയത്? നീ കാരണം ഞങ്ങളൊക്കെ എത്രമാത്രം വിഷമിച്ചു, ടെൻഷൻ അടിച്ചു, അതൊക്കെ അറിയോ നിനക്ക്? എന്നിട്ടിപ്പോൾ വന്നിരിക്കുന്നു സോറിയും കൊണ്ട്. ശ്രീ ദേഷ്യത്തിൽ അത്രയും പറഞ്ഞ് റൂമിന് വെളിയിലേക്ക് പോയി. നീ കരയണ്ട, അവൾ സങ്കടം കൊണ്ട് പറഞ്ഞതാ. ആരെക്കാളും നന്നായി നിനക്ക് അറിയില്ലേ അവളുടെ സ്വഭാവം. കുറച്ച് കഴിയുമ്പോൾ ഒക്കെ ശരിയായിക്കോളൂ. പിന്നെ നിനക്ക് അവൾ സ്പെഷ്യൽ പണി കരുതി വെച്ചിട്ടുണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല. നീ പേടിക്കണ്ട, അതിപ്പോൾ അടുത്തൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ശിവേട്ടാ താങ്ക്സ്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ശ്രീക്ക് ശിവയുടെ ഓർമ്മ വന്നത്. മട്ടുപ്പാവിൽ നിൽക്കുന്ന ശിവയെ കണ്ടതും ശ്രീ കെട്ടിപ്പിടിച്ചു കൊണ്ട് പറഞ്ഞു. അപ്പോൾ കാലായിട്ട് പറഞ്ഞ അനുസരിക്കാനൊക്കെ അറിയാല്ലേ? ശ്രീ പറഞ്ഞതും ശിവ അവളുടെ ചെവിക്ക് പിടിച്ച് തിരിച്ചു. വിട് ശിവേട്ടാ, ഞാൻ എങ്ങനെ വിളിക്കില്ല. ഗോഡ് പ്രോമിസ്. വേദന കൊണ്ട് ശ്രീ തുള്ളിച്ചാടിയതും ശിവ അവളുടെ ചെവിയിൽ പിടിയയച്ചു. വേദനിച്ചുട്ടോ? വേദനിക്കാൻ തന്നെയാ പിടിച്ചത്. പിന്നെ താങ്ക്സ് ഒക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ അവളെ ഇവിടെ എത്തിച്ചാ നീ ഞാൻ പറയുന്നത് തരാന്ന് പറഞ്ഞതാണ്. അങ്ങനെയൊന്നും ഉണ്ടായിരുന്നല്ലേ? ഞാൻ മറന്നു. ഏതായാലും പറ. ഇപ്പോഴല്ല, ടൈം ആവുമ്പോൾ ചോദിക്കാം. നീ മറക്കാതിരുന്നാൽ മതി. അല്ല ശിവേട്ടാ, അതിന് എന്തെങ്കിലും പ്രശ്നമായിട്ട് ഇങ്ങോട്ട് വരുമോ? ഇല്ല. അതെന്നത്ര ഉറപ്പ്? അയാളെ നാണം കെട്ടിയ സ്ഥിതിക്ക് ആ പക പോക്കാൻ എന്തെങ്കിലും ചെയ്താലോ? അങ്ങേരൊക്കെ ഇപ്പം എത്തേണ്ട അടുത്ത് എത്തിയിട്ടുണ്ടാകും. ശിവ പറഞ്ഞത് കേട്ട് ശ്രീ ഒന്നും മനസ്സിലാവാതെ അവനെ നോക്കി. സത്യം പറ, നിങ്ങൾ എന്തായാലും ചെയ്തേ? ഞാനൊന്നും ചെയ്തില്ല. അയാളുടെ കയ്യിലെടുപ്പ് വെച്ച് ഇവ ജയിലിൽ എത്തിയിട്ടുണ്ടാകുന്ന ഞാൻ ഉദ്ദേശിച്ചേ. ഹരിയന്ത്രൻ ജയിലിൽ പോയാലും അയാളുടെ സ്വാധീനം വെച്ച് പുറത്തിറങ്ങില്ലേ? ശ്രീയുടെ ചോദ്യം കേട്ടതും ശിവ ഒന്നും പറയാതെ ചിരിച്ചു. എന്ത് പറഞ്ഞാലും ചിരിച്ചോളൂ. അതെ, ഇങ്ങനെ നിന്നാ മതിയോ? നമുക്ക് പോകണ്ടേ? ശിവ വാച്ചിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. നാശിപ്പിച്ചു. അത് പിന്നെ ശിവേട്ടാ, ഞാൻ ഏതായാലും വന്നതല്ലേ, അപ്പോൾ ഒരു 5-6 ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ പോരെ? ശ്രീ ശിവയുടെ ഷർട്ടിന്റെ ബട്ടണിലേക്ക് കളിച്ചുകൊണ്ട് ചോദിച്ചതും ശിവ അവളുടെ കൈകളിൽ എടുത്തു മാറ്റി. ഒരു 2-5 ദിവസമല്ലേ? ഞാനിപ്പോൾ പോകും, കൂടെ നീ ഉണ്ടാകും. എന്ത് കഷ്ടമാണിത്. ഞാൻ വന്നില്ലേ നിങ്ങൾക്കെന്താ? നീ വന്നില്ലെങ്കിൽ തൂക്കെടുത്ത് കൊണ്ടുപോകും ഞാൻ. എനിക്ക് എൻ്റെ വീട്ടിൽ നിൽക്കാനൊക്കെ ആഗ്രഹം കാണില്ലേ? ആഗ്രഹം മാറാനേ, പിന്നെ നമുക്ക് വിശദമായിട്ട് നിൽക്കാടോ. ശിവേട്ടാ, എനിക്കൊരു ആഗ്രഹം കൂടിയുണ്ട്, സാധിച്ചു തരുമോ? ഞാനെന്താടി ഉപ്പിന്ന് വന്ന ഭൂതാണോ? തീരുമ്പോഴേക്കും ഇങ്ങനെ 1 by 1 ആയിട്ട് ആഗ്രഹം പറയാൻ? അങ്ങനെ പറയല്ലേ ശിവേട്ടാ, ഇതെൻ്റെ അന്ത്യാഭിലാഷമാണ്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും പറഞ്ഞു വരില്ല. അന്ത്യാഭിലാഷം? അതെന്നെ. അത് പിന്നെ വേറൊന്നുമല്ല, ഉണ്ണിയായിട്ട് കൊണ്ടിട്ട് ശീതനെ കെട്ടിക്കണം. ഓർമ്മ വെച്ച നാളെ മുതൽ എൻ്റെ ഒരു ആഗ്രഹമാണ്. പ്ലീസ്. നീ എന്തൊക്കെ പറഞ്ഞാലും ഒരാളുടെ ജീവിതം ഇല്ലാതാക്കിയിട്ടുള്ള ആഗ്രഹത്തിനൊന്നും ഞാൻ കൂട്ടി നിൽക്കില്ല. അവർ കല്യാണം കഴിക്കുന്നതിലൂടെ എങ്ങനെയാണ് ജീവിതം ഇല്ലാതാകുന്നത്? പിന്നെ ആ മുരണ്ടനൊക്കെ കെട്ടുന്നതിലൂടെ അവിടെ ലൈഫല്ല ഇല്ലാതാകുന്നത്. അപ്പം ഞാൻ നിങ്ങളെ കെട്ടി നിങ്ങളുടെ കൂടെ ജീവിക്കുന്നില്ലേ? ഒരു ഡ്രസ്സ് മാറ്റടി. അപ്പം എൻ്റെ അന്ത്യാഭിലാഷം പോയി നിന്റെ തന്തപ്പടിയോട് പറയും. അവളുടെ ഒരു അന്ത്യാഭിലാഷം. നീ ഇപ്പോൾ ഇവിടെ കാലമാടാ, നോക്കിക്കൂടാ, നിന്നെ ഉറപ്പായി ഉറുമ്പ് കടിക്കും. ഓടിപ്പോകുന്ന ശിവയെ നോക്കി കൊഞ്ഞനം കൂട്ടി അതും പറഞ്ഞ് ശ്രീ സ്ഥലം കാലിയാക്കി. ഒരാഴ്ചയ്ക്ക് ശേഷം ശരത്തിന് അർജന്റ് മീറ്റിംഗ് ഉള്ളത് കൊണ്ട് വൈകിട്ട് മിത്തുവിനെ കിൻഡർ ഗാർഡനിൽ നിന്ന് കൂട്ടാൻ പോയതാണ് ശ്രീ. എൻ്റെ പൊന്നു കൊച്ചെ, ഒന്ന് നിർത്ത് നിന്റെ ആദ്യ പുരാണം. കേട്ട് ശ്രീമക്ക് ചെവി തായ്പിച്ചു. ഇങ്ങനെ പോയാൽ മിക്കവർ അവൻ്റെ കൂടെ പോകണമെന്ന് പറയൂ നീ? ശ്രീയുടെ കയ്യും പിടിച്ച് ഗേറ്റിനരികിലേക്ക് നടക്കുന്നതിനിടയിൽ അവളുടെ കൂടെയുള്ള ആദ്യ എന്ന കൊച്ച് അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറയുന്ന കേട്ട് ശ്രീ പറഞ്ഞു. ഷീമ, അതാ ആദ്യയുടെ മമ്മി. എവിടെ? അയ്യോ, ആ കാർ പോയല്ലോ.
ഞാൻ കണ്ടില്ല നിന്റെ ആദ്യം മമ്മിയെ. ശ്രീ മിത്തി ചൂണ്ടിയെ കാറാകുന്നു പോകുന്ന നോക്കി വിഷമത്തോടെ പറഞ്ഞു. ചാരല്ല, നമ്മുടെ വീട്ടിലുണ്ടല്ലോ ആദ്യം മമ്മിയുടെ ഫോട്ടോ. നമ്മുടെ വീട്ടിലോ? നമ്മുടെ വീട്ടിൽ ആദ്യം മമ്മിയുടെ ഫോട്ടോ ഉണ്ടല്ലോ, എല്ലാവരും ഫോണിലുണ്ടല്ലോ, ഞാൻ കണ്ടിട്ടുണ്ട്. അതാരപ്പാ? ഞാൻ കണ്ടിട്ടില്ലല്ലോ. ശ്രീ അങ്ങനെ ഓരോന്ന് ആലോചിച്ച് നടക്കുമ്പോഴാണ് പെട്ടെന്നൊരു ബ്ലാക്ക് ഇന്നോവ അവിടെ മുന്നിൽ ബ്രേക്ക് ഇട്ട് നിന്നത്. അതിൽ നിന്നും ഇറങ്ങിയ മുഖം മറച്ചയാൾ ഇരുവരെയും പൊക്കിയെടുത്ത് കാറിലേക്ക് ഇട്ടിരുന്നു. ആരെടുത്താൻ? ഞങ്ങൾ മര്യാദയ്ക്ക് ഇറക്കി വിടൂ. കാറ് മുന്നോട്ട് നീങ്ങി തുടങ്ങിയതും ശ്രീ ദേഷ്യത്തിൽ പറഞ്ഞു. അടങ്ങ് കൊച്ചേ, അയാൾ ഡ്രൈവിംഗിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് പറഞ്ഞു. ഈ വൃത്തികെട്ട ശബ്ദം ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോഴേക്കും കോ ഡ്രൈവ് സീറ്റിലുള്ള ആള് മാസ്ക് ഊരി അവരുടെ നേരെ തിരിഞ്ഞിരുന്നു. ആരുടെ എന്നോ? എങ്ങനെയുണ്ട് എൻ്റെ സർപ്രൈസ്? ഇഷ്ടപ്പെട്ടോ? കിളി പോയി നിൽക്കുന്ന സ്ത്രീയെ നോക്കി അരുണ് ചോദിച്ചതും അപ്പോഴേക്കും അവൻ്റെ തലയിൽ എന്തോ ശക്തമായി വന്ന് കൊണ്ടിരുന്നു. നാളെ പേരിപ്പിക്കാൻ നോക്കുന്നോരാ? തലയും മുടിഞ്ഞു നോക്കി അരുൺ കാണുന്നത് കാലിപ്പിൽ വാട്ടർ ബോട്ടിലും കയ്യിൽ പിടിച്ച് നിൽക്കുന്ന മിത്തുവിനെയാണ്. ഇത് ശരത്തേട്ടൻ്റെ പ്രൊഡക്റ്റ് അല്ലേ? ഹായ് കുഞ്ഞൂസേ, ഇങ്ങനെയൊന്നും തലരുതിട്ടോ. അവന്റെ ചോദ്യത്തിന് ശ്രീ ആദ്യം തലയാട്ടി. അപ്പോഴേക്കും ഡ്രൈവിംഗ് സീറ്റിലുള്ള മർലിൻ അവളുടെ മാസ്ക് ഊരിയതും ശ്രീ ഇരുവരെയും ഒന്ന് രൂക്ഷമായി നോക്കി. നിങ്ങൾക്ക് രണ്ടിന് എന്തിന്റെ കേടാണ്? മനുഷ്യന് നല്ല ജീവൻ അങ്ങ് പോയി. അല്ല, ബാംഗ്ലൂർ പോയി എപ്പോൾ ലാൻഡ് ചെയ്തു? ബാംഗ്ലൂർ വഴി നിന്റെ കേട്ടു ആ മോൾഡൻ ശിവ. അത് പറഞ്ഞതും ശ്രീ ദേഷ്യത്തിൽ നോക്കി. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന വഴിയാ, അപ്പോൾ വഴിയിൽ നിന്ന് കിട്ടിയത് ഇതിനെ. മർലിൻ ശ്രീയെ നോക്കി പറഞ്ഞു. വഴിയിൽ നിന്ന് കിട്ടാൻ ഞാനെന്താ വല്ല പട്ടിക്കുഞ്ഞോ പൂച്ചക്കുഞ്ഞോ മറ്റാണോ? അമ്മക്ക് നിർബന്ധം ഇനി നാട്ടിൽ തന്നെ നിന്നാൽ മതിയെന്ന്. അതാ ഒക്കെ കെട്ടിപ്പറിക്ക് പോകുന്നത്. പോകുന്ന വഴിയാ നിങ്ങൾ രണ്ടെണ്ണം ആടിപ്പാടി പോകുന്നത് കണ്ടേ. അപ്പൊ ചുമ്മാന്ന് പേടിപ്പിക്കാന്ന് വിചാരിച്ചു. എന്നിട്ട് ആന്റി എവിടെ? അവരൊക്കെ നാളെ എത്തും. അല്ല, നിങ്ങൾ എവിടുന്ന് വരാ? കണ്ണ് കണ്ടൂടെ, ഞാൻ ഇതിനെ കൂട്ടിയിട്ട് വരുവാണ്. അപ്പൊ ഏട്ടത്തി എന്തി? നീതി ചേച്ചിക്ക് കോളേജിൽ കുറച്ച് പേപ്പർ വർക്ക് ഉണ്ട്, അതുകൊണ്ട് ഇത്തിരി വായിക്കൊന്ന് പറഞ്ഞു. അല്ല, നിങ്ങൾ ഇറങ്ങുന്നില്ലേ? വീടിന് മുന്നിൽ കാറ് നിർത്തിയത് ശ്രീ ഇറങ്ങി അവരോട് ചോദിച്ചു. ഇല്ല, ഞങ്ങൾ പോവുക. ഞാൻ പോയി നിന്നെ കേട്ടുവനും ആ ഷാദിക്കൊരു സർപ്രൈസ് കൊടുത്തിട്ട് വരാം. എന്നാ പോയി കിട്ടുന്നതൊക്കെ വാങ്ങിച്ചോ. അപ്പൊ ബായ്. അതും പറഞ്ഞ് ശ്രീ ഗേറ്റ് തുറന്ന് മിത്തുവിനെയും കൊണ്ട് ഉള്ളിലേക്ക് കയറി. ശ്രീ വേഗം തന്നെ സിറ്റോട്ടിലുള്ള ചെടിച്ചട്ടിയുടെ അടിയിൽ നിന്നും കീയെടുത്ത് വാതിൽ തുറന്ന് അകത്ത് കയറി ആദ്യം അമ്മയെ കാണാനുള്ള ഫ്രെയിം കൊണ്ടുവന്ന് മിത്തുവിന് മുന്നിൽ നിർത്തി. ഇതിനേതാ നിന്റെ ആദ്യം അമ്മ? ഇതിലൊന്നും ഇല്ല, ഇവിടെയല്ല ഫോട്ടോ. പിന്നെ എവിടെയാ? നീയല്ലേ പറഞ്ഞേ നമ്മുടെ വീട്ടിൽ നിന്റെ ആദ്യം അമ്മയുടെ ഫോട്ടോ ഉണ്ടെന്ന്. ശ്രീയുടെ ചോദ്യം കേട്ടതും മിത്തു അവളെയും കൊണ്ട് സ്റ്റോർ റൂമിലേക്ക് പോയി. ഇവിടെ എന്താ? ഇവരിൻ്റെ ഫോട്ടോ അച്ഛൻ ഇവരെയാന്ന് കൊണ്ടുപറ്റിട്ട്. മിത്തുവിന്റെ വാക്ക് കേട്ട് ശ്രീ അവിടെയെല്ലാം തപ്പി. ദാ ദാ സീമമ്മ, ഇതാഞ്ഞ്. മിത്തു ശ്രീ മാറ്റി വെച്ച ഒരു ഫ്രെയിം നോക്കി പറഞ്ഞത് കേട്ട് ശ്രീ ഫ്രെയിം എടുത്ത് അത് നോക്കിയതും അതിലുള്ള ആളെ കണ്ട് കണ്ണു തള്ളി നിന്നു. നീ എന്താ പറഞ്ഞേ? ഇതോ? ആ ഇരഞ്ഞ്. നിനക്ക് ആദ്യമുള്ള പ്രേമം മൂത്ത് വട്ടായതോടെ കൊച്ചെ. മരിച്ച് മണ്ണടഞ്ഞ് ഭിത്തിയിൽ പാടായി കിടക്കുന്ന ഇവരാണോ നിന്റെ ആദ്യം മമ്മി? നിനക്കറിയോ, നിന്റെയൊക്കെ പ്രായത്തിലേ ഞാനൊക്കെ പെൻസിലിനും റബ്ബറിനൊക്കെ വഴക്ക് കൂടി നടക്കലായിരുന്നു. കാലം പോയൊരു പോക്കേ. ഞാൻ ചത്യാ പറഞ്ഞത് ഇതെന്നെയാണ്. നമ്മളെ വീട്ടിലെ എല്ലാവരും ആദ്യം മമ്മിക്ക് അറിയാം. ഒരു ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇന്നവിടെ ഹാപ്പി ബർത്ത്ഡേ ആയിട്ട് നിനക്ക് ആദ്യം ചോക്ലേറ്റ് ഒക്കെ തന്നല്ലോ. മേത്തർ സിയുടെ കയ്യിലുള്ള ഫോട്ടോ നോക്കി ഉറപ്പോടെ പറഞ്ഞു. എൻ്റെ കുഞ്ഞെ, നീ കണ്ടതേ ഇതുപോലെ ഇരിക്കുന്ന വേറൊരാളെയാണ്. ഒരാളെ പോലെ ഒരുപാട് പേരുണ്ടാകും. അതുമല്ല, മരിച്ചു പോയ ആളെങ്ങനെയാ ജീവനോട് പറയാ? ചിമ ഞാൻ കണ്ടതാ. മതി, നീ വാ, നമുക്ക് വലുത് കഴിക്കാം. അത് പറഞ്ഞ് ശ്രീ അവളെയും കൊണ്ട് വേഗം കിച്ചണിലേക്ക് നടന്നു.